സ്വാമി വിവേകാനന്ദനെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അവഹേളിച്ച ബാലരമയിലെ മുൻ ചിത്രകാരൻ രാജീവ് പള്ളിക്കോണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വിശ്വഹിന്ദു പരിഷത്ത്. കോട്ടയത്ത് രാജീവ് പള്ളിക്കോണത്തിന്റെ വീട്ടിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. ഹൈന്ദവാചാര്യനെ അവഹേളിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഹൈന്ദവ ആചാര്യനെതിരെ തുടർച്ചയായ അവഹേളനം ഇതനുവദിക്കാനാകില്ല, മാപ്പ് പറയണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിശ്വഹിന്ദു പരിഷത്ത് രാജീവ് പള്ളിക്കോണത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജീവ് പള്ളിക്കോണത്തിന്റെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള ആസൂത്രിത കടന്നാക്രമണത്തിന്റെ ഭാഗമാണെന്ന് അനിൽ വിളയിൽ പറഞ്ഞു. സമീപകാലത്ത് ഹിന്ദു സമൂഹത്തിനെതിരെ നിരന്തരം അധിക്ഷേപങ്ങൾ നടക്കുന്നു. ഇങ്ങനെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ ഭരണപ്രതിപക്ഷങ്ങൾ മൗനം പാലിക്കുകയാണ്. സ്വാമി വിവേകാനന്ദനെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അവഹേളിച്ച ചിത്രം രാജീവ് പള്ളിക്കോണം ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഇതോടെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ രാജീവ് പള്ളിക്കോണം അധിക്ഷേപകരമായ ചിത്രം വീണ്ടും ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കി. സംഭവത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് ഉത്തർപ്രദേശ് സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരം കർശന നടപടി സ്വീകരിക്കണമെന്നാണ് VHPയുടെ ആവശ്യം. വിശ്വഹിന്ദു പരിഷത്ത് കോട്ടയം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ പള്ളിക്കോണത്തിന് സമീപം ആലുമൂട്ടിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് രാജീവ് പള്ളിക്കോണത്തിന്റെ വീടിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജനം, കോട്ടയം.